വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 2 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് വേണ്ടിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി 12ഓളം ക്ലാസ് മുറികൾ അടങ്ങിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ തന്നെ 2 കോടി രൂപ ഇവിടെ അനുവദിച്ചു. ആ 2 കോടി രൂപയുടെ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇനി ഇത് പൂർത്തീകരിക്കുമ്പോഴേക്കിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് ഏതാണ്ട് 5 കോടിയുടെ വികസന പദ്ധതികൾ ഈ വിദ്യാലയത്തിൽ ഇനിയും നടത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഈ 2 കോടിയുടെ കെട്ടിടം ഇവിടെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് വികസന പദ്ധതികൾ ഈ വിദ്യാലയത്തിൽ യാഥാർത്ഥ്യമാക്കണം. അപ്പുറത്തെ LP സ്കൂളിലും ഒരു കെട്ടിടം നേരത്തെ പൂർത്തീകരിച്ചു. ഇനിയും ഒരു കെട്ടിടത്തിന് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അവിടെ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കി തന്നാൽ വളരെ വേഗത്തിൽ അത് ചെയ്യാമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. LP സ്കൂളിലും പുതിയൊരു കെട്ടിടത്തിനുള്ള നിർമ്മാണം ആരംഭിക്കും. പിന്നെ ഹയർ സെക്കൻഡറിക്കും കൂടി കെട്ടിടം ആവശ്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നുണ്ട്. എന്തായിരുന്നാലും വാടാനാംകുറിശി സ്കൂളിൽ പഴയ ഓലമേഞ്ഞ ക്ലാസ് മുറി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 3 വളരെ മനോഹരമായിട്ട് ഗ്രൗണ്ടും അതുപോലെ തന്നെ 2 നിലകളും അങ്ങനെ G+2 3 നിലകളായിട്ടുള്ള വളരെ മനോഹരമായൊരു കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പഴയ സ്കൂളിൻ്റെ മുഖമായിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി മറ്റൊരു പുതിയ കെട്ടിടം കൂടി വിദ്യാലയത്തിൽ വരികയാണ്. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ്, സ്ഥിരസമിതി അധ്യക്ഷ ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, സ്കൂൾ PTA പ്രസിഡന്റ് K അശോകൻ, പ്രിൻസിപ്പൽ P ബീന, P റഫീഖ്, M ഗീത, P പ്രസന്ന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ബോബി ചിമണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ബോബി ചിമണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് for 162 years.